ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 55 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിന ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. അവിലൂക്യ പവന്തമതാകുലിരേ തരഗാമിനി ഭാരകധേനുഗണേ വൃജഗേകദലേ അപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗദാ യമുനാം പശുഭാഹാം. അന്വയം അർത്ഥം. അഥ അനന്തരം തടകാമിനി യമുനാതീരത്തുള്ള ബാലകധേനുഗണേ ബാലന്മാരുടെയും പശുക്കളുടെയും കൂട്ടം ഭവന്തം അങ്ങയെ അവിലോക്യ കാണാഞ്ഞിട്ട് ആകുലിതേ ദുഃഖിതമായപ്പോൾ പശുപാപി ഗോപന്മാരും വൃജഗേഹതലേ ഗോകുല ഗൃഹങ്ങളിൽ അനിമിത്തശതം വളരെ ദുർനിമിത്തങ്ങൾ സമുദീക്ഷ കണ്ടിട്ട് യമുനാതടത്തിലേക്ക് ഗമിച്ചു. ഹരിവും. സാരം: ഭഗവാനെ കാണാതെ യമുനാതടത്തിലെത്തിയ ഗോപന്മാരും പശുക്കളും ഉത്കണ്ഠയുള്ളവരായപ്പോൾ ഗോകുലത്തിൽ കണ്ട ദുർനിമിത്തങ്ങൾ അവിടെയുള്ളവരെ യമുനാതീരത്തിലേക്ക് നയിച്ചു. ഹരിവും. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. അഖിലേഷ വിഭൂ ഭവദീയദശാം അവലോക്യ ജിഗാസുഷ ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാൻ ഉദഗമ്യദഹാസജുഷാ ഭവതാം. അന്വയം അർത്ഥം. വിഭൂ സർവശക്ത, അഖിലേഷു എല്ലാവരും, ഭവദീയ ദശാം അങ്ങയുടെ അവസ്ഥ, അവലോക്യ കണ്ടിട്ട്, ജീവപരം ജീവിതം എന്ന ഭാരത്തെ, ജിഹാസുഷ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമ്പോൾ, ഭവത അങ്ങയാൽ, ആശു പെട്ടെന്ന്, ഫണിബന്ധനം കാളിയബന്ധനം, വിമുച്യ മാറ്റിയിട്ട്, ഹാസജുഷ ചിരി തൂകുന്നവരായി, യമാദ് ഉദഗമ്യത വേഗം പൊങ്ങി വന്നു. ഹരിവും. സാരം: യമുനയിൽ മുങ്ങിയ ഭഗവാന്റെ അവസ്ഥയിൽ ഗോപന്മാരെല്ലാം ദുഃഖിച്ചവശരായി ജീവിതം ഭാരമായി കരുതി അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഭഗവാൻ സർപ്പബന്ധനം വിട്ട് വെളിയിൽ വന്നു. ഹരിവും.